വേറെ വേണ്ട. ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് അല്ലല്ല അവസരം ഉണ്ടാക്കി കൊടുക്കണം. വീഡിയോ ഒക്കെ ചെയ്തൊന്ന് രക്ഷപ്പെടണമെന്നുള്ള മൈൻഡായി. അങ്ങനെ ഒരാൾ വന്നാലോ? എത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നാലോ? ഒന്ന് ചിരിച്ചാ എന്തിനാ വരുന്നേ? രണ്ട് പെങ്ങന്മാരുണ്ട്, കെട്ടിച്ചിടാൻ രണ്ട് പെങ്ങന്മാർ. അവരെയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഇല്ല വേണ്ട ഇപ്പോഴും വേണ്ട. പ്രാരാബ്ദം ഇവനല്ല. ഇല്ല ഇപ്പൊ ടൈമില്ല. സിംഗിൾ ആണെന്ന് പറഞ്ഞ കാര്യമില്ല, എനിക്ക് സമയമില്ല. ഒരു ലോഡ് സെറ്റപ്പ് ഉണ്ട്, എല്ലാവർക്കും മെസ്സേജ് അയക്കണം, അതിന്റെ ഇടയ്ക്ക് റിലേഷൻ കൊണ്ടുപോകാനുള്ള സമയമില്ല ചേട്ടൻ. ആദ്യമേ ഭീമയ്ക്ക് ഭയങ്കര പേടിയാണ് സതീഷിനെ. എല്ലാം വിളമ്പരുത് നിങ്ങള്. ഞാൻ ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കാൻ വന്നപ്പോഴേ ഞാൻ വിഷ്ണുനാട്ടന് വീഡിയോ എടുക്കാൻ വന്നു. സതീഷിന് എന്നോട് കല്യാണം കഴിഞ്ഞെന്ന് അറിയില്ല. സതീഷിന് എന്നോട് ക്രഷ് ആയിരുന്നു. പക്ഷെ ആ നോട്ടം ക്രഷിന്റെ നോട്ടം അല്ലായിരുന്നു. ആ നോട്ടം എനിക്ക് പറയാൻ പേടിയായിരുന്നു. ഞാൻ സതീഷിന്റെ അടുത്ത് വരുമ്പോ വിഷ്ണുവിനെ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് സതീഷനെ എപ്പോഴും റൊമാൻസ് ഉള്ള വീഡിയോ ഞാൻ അഭിനയിക്കണം. ഞാൻ വിഷ്ണുവിന്റെ കൂടെയാണ് പോകുന്നത്. എന്നിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി റൊമാൻസ് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യില്ല. അതൊന്നും പോസ്റ്റ് ചെയ്യില്ല. എല്ലാ ദിവസവും എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കണം, ഞാനോട്ടുള്ള ഫോട്ടോ സ്റ്റോറി, അത് ഇത്. എന്റെ അടുത്തുള്ള ക്രഷ് കൂടി അവസാനം കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ക്രഷ് നിക്കുന്നില്ല. കുഞ്ഞായിട്ട് ഇതുവരെ നിന്നിട്ടില്ല ക്രഷ്. അതാ സതീഷനെ വേറെ നോക്കാത്ത. സതീഷനെ അതാ വേറെ പെണ്ണുങ്ങളെ നോക്കാത്ത. മറുപടി എന്ത് പറയാ? എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞെന്നാ അറിഞ്ഞപ്പോ ഞാൻ വിട്ടു. അറിഞ്ഞിട്ട് വിട്ടു വിഷ്ണു ഇല്ലെന്നാ തോന്നുന്നേ. വിട്ടില്ല, എന്നെ വിട്ടില്ല, വിടാതെ ഇടയ്ക്ക് വെച്ചിട്ടൊരു റിലേഷൻ വന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ സമയത്ത് സതീശൻ എന്നെ കാണുമ്പോൾ വൺ ആറ്റിറ്റ്യൂഡ്. അപ്പൊ എൻ്റെ അടുത്തുള്ള സ്നേഹവും ഇല്ല, ഒന്നുമില്ല, ഫുൾ ആറ്റിറ്റ്യൂഡും. എന്നെ അങ്ങ് പെങ്ങളാക്കി. അത് ബ്രേക്കപ്പായി ആ പെണ്ണ് വേറെ കെട്ടിയ പിന്നെ ആ പെങ്ങള് മാറി. പിന്നെ ഭയങ്കര നോട്ടവും ചിരിയും സെൽഫി എടുപ്പും മെസ്സേജും. അങ്ങനെയല്ല ഞാൻ ഇവക്ക് കൊച്ചായി. ഇവള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തു. അതിനുശേഷം കൊച്ചായിട്ട് എനിക്ക് മൈൻഡിൽ കിടന്ന് കുഞ്ഞിനെ കാണാൻ പോയല്ലോ എന്ന് അങ്ങനെ പോയതാ. കാണുന്നില്ല അതില്ല, വികാരമില്ല. ഞാനുണ്ടല്ലോ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ പറയാം നമുക്ക് കുറച്ച് റൊമാൻസ് സീൻ എടുക്കണം. അപ്പൊ ഞാൻ പറയാം വിഷ്ണുണ്ണ റൊമാൻസ് സീൻ തോളിലൊക്കെ കയറ്റ് ആൾക്കാർ കാണുമ്പോൾ ഒരു വിഷ്ണുണ്ണ അടുത്ത് നിന്നിട്ട് ഇതല്ല റൊമാൻസ് വരത്തില്ല. ആള് ഫുള്ളി ഇമോഷണൽ ആണ്. അത് ഞാൻ പറയട്ടെ, റൊമാൻസ് ഉണ്ട്, ചെറുതായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവൻ അത് വീഡിയോയിൽ ആഡ് ചെയ്തില്ല, ഡയറക്റ്റ് കണ്ടന്റിലോട്ട് പോകും. ഞാൻ അത് പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല ഞാൻ പ്രപ്പോസ് ചെയ്യുന്നില്ല. ഒന്നാമത് എനിക്ക് ചീത്തപ്പേര്. എന്റെ വീഡിയോയുടെ അടി വിഷ്ണു നിന്റെ ആരാ, ഹസ്ബൻഡ് ആണോ, നിന്റെ ഭർത്താവ് ഏത്, കൊച്ചിന്റെ അച്ഛൻ ഏത്, ഫുൾ ഇങ്ങനത്തെ കമന്റ്. ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇരുന്നപ്പോഴുണ്ടല്ലോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഹോസ്പിറ്റലിനകത്തോട്ട് പോകുമ്പോൾ ഉമ്മ അടുത്തിട്ട് വിഷ്ണു ചേട്ടൻ വന്നില്ലേ? അപ്പൊ ഞങ്ങളുമ്മ ഇല്ല, എൻ്റെ ഹസ്ബൻഡ് വന്നില്ലേന്ന് എല്ലാവരും ചോദിക്കുന്നു. ഒരു ദിവസം ചേട്ടടുത്ത് വന്നിട്ട് ചോദിക്കുക, ഭീം ഗേളിൻ്റെ കൂടെ വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലേ, വിഷ്ണു ചേട്ടൻ വന്നില്ലേ? അപ്പോൾ ചേട്ടൻ വന്നില്ല. വിഷ്ണു ചേട്ടൻ ആരാ? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുക, അല്ല ഭീം ഗേളിൻ്റെ ഹസ്ബൻഡ് അല്ലേ വിഷ്ണു ചേട്ടൻ? അപ്പോൾ ചേട്ടൻ ഞാൻ എന്താ പൊട്ടനാ? എല്ലാവരും എൻ്റെ ഹസ്ബൻഡ് ആക്കി വെച്ചേക്കാണ്. അത് നിങ്ങളെങ്കിലും മാറ്റി തിരുത്തി തരണം. അല്ല ഗൈസ്, എനിക്കൊരു കുഞ്ഞുണ്ട്, ഒരു ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് എൻ്റെ വീഡിയോക്കകത്തും ഉണ്ട്. ഹസ്ബൻഡിന്റെ കാര്യം പറയണം. ഹസ്ബൻഡ് പുള്ളിക്കാരനെ നമ്മൾ എടുത്തു പറയണം. നല്ല കട്ട അവളുടെ വൈബിന് ഒത്തങ്ങ എല്ലാത്തിനും. ഇവള് വീട്ടിലെ ജോലി ഉൾപ്പെടെ വീഡിയോ ഇപ്പൊ ഞങ്ങൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഷൂട്ടിന് പോകുമ്പോഴല്ല, വീട്ടിലെ എല്ലാ ജോലിയും മണിയടം ചെയ്തോളൂ. ഇവള് തൊടത്തില്ല, പരിസരത്തോട്ട് പോകത്തില്ല. പാവം കാരണമാണ് എന്റെ ഹസ്ബൻഡ് ജോലിയുടെ ഒരു അവസ്ഥ. വിളിച്ചോണ്ട് പോവുക, ഒരു മര്യാദയൊക്കെ ഇല്ലേ? അല്ലെങ്കിൽ ചെയ്യത്തില്ലേ? രാവിലെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ പറയാ ഇവിടെ അല്ല വരുന്നേന്ന്.
ഞങ്ങൾ പറഞ്ഞ അവിടുന്ന് എടുക്കുന്നത് അതായത് കൊല്ലത്ത് നിന്ന് ഞാൻ വിളിച്ചു അപ്പോൾ ഇവിടെ അല്ലേ വരുന്നതെന്ന് ഞാൻ കുറച്ചുകൂടെ ഇവിടെ എണ്ണിക്കാൻ 11 മണിയാകും. എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോ ഇവരെ അമ്മാമ്മ പറയേ ഇവള് ചൂലെടുക്കത്തില്ലെന്ന്. ഇവള് ഇന്നിക്കുന്ന 11 മണിക്കാ, ഞങ്ങള് 11 മണിയായിട്ട് ഇങ്ങനെ ഇരിക്കും 12 മണി വരെ. ഇത് എപ്പോഴാ ഒന്ന് റെഡിയാവുന്ന എടുത്തിട്ട് വീഡിയോ ഒരാള് എന്നെ രാവിലെ എടുക്കുന്നത്. വിളിക്കും വീഡിയോ എടുക്കാനേ, ഇല്ലെങ്കിൽ എന്ത് വേണം മര്യാദ, അവള് ഫോൺ എടുക്കുന്നില്ല ഉറങ്ങുമായിരിക്കും, നേരെ അങ്ങ് വീട്ടിൽ വരുവ, നേരെ അങ്ങ് വീട്ടിൽ വന്ന് വിളിച്ചോടുത്ത്, ഇല്ലെങ്കിൽ മര്യാദ അവളെ ഉറങ്ങി എനിക്ക് പിന്നെ തിരിച്ചു വിളിക്കും, ഞാൻ അപ്പ ഇറങ്ങി. ഇത് നേരെ വീട്ടിൽ വന്ന് നമ്മളെ വിളിച്ചോണത്തി പല്ലിയേപ്പിച്ചു ഒരുക്കി. ഇതാ ടാസ്ക്. നീ ഇത് പറയുന്നത് സൂക്ഷിക്കണം, പിള്ളേരെ കാണും. അന്നേരം നോക്കുമ്പോ ഒരു അവസരം കിട്ടും കേട്ടോ. ഭീമ പതുക്കെ ഇന്നിക്കത്തോളൂ. നമ്മൾ പെൺപിള്ളേർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഞങ്ങളുടെ ചാനലിന്റെ അവസരം ഉണ്ടെന്ന്. ഒരു പെൺപിള്ളേർക്ക് ഇവനോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇവന് അഭിനയം വരുത്തില്ല, എന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ വിഷ്ണുവിനെ മെയിൻറ്റെയിൻ ചെയ്ത്. വിഷ്ണു ചേട്ടൻ പറഞ്ഞ അഭിനയം കാണിച്ചു കൊടുത്തേ. അത് വേണം അല്ലേ? ഞാൻ എല്ലാ വാലന്റൈൻസ് ഡേക്ക് നല്ല നല്ല വീഡിയോസ് ഇടാറുണ്ട്. നീ ഇപ്പൊ ഇട്ടെന്തിനാ കൊളാക്കുന്നല്ലേ? വരാറുണ്ട്. ഈ വാലന്റൈൻസ് ഡേ ഇവിടെ നല്ല റീച്ച് ആയിരുന്നു. പ്രഗ്നന്റ് ആയ സമയത്ത് കണ്ടിന്യൂസ്ലി എല്ലാ വാലന്റൈൻസ് ഡേക്ക് ഒരു വീഡിയോ, ബാക്കിയെല്ലാം ഇമോഷണൽ ആയിരിക്കും കൂടുതൽ. എല്ലാ പ്രേമ വീഡിയോ ചെയ്യണമെന്നുണ്ട്. പിന്നെ ആൾക്കാർ ബട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഇപ്പൊ ഞാനും അമ്മയും അജീഷേട്ടനും വിഷ്ണുവിനും കൂടെ ഞങ്ങള് കാട്ടിലമ്പലത്തിൽ പോയി. അപ്പൊ കുറെ പേര് വന്നിട്ട് ഇരിക്കുന്നത്, നിങ്ങൾ എന്തിനാ ചെറുക്കനെ ഇട്ട് സങ്കടപ്പെടുത്തുന്നത്, എപ്പോഴും അങ്ങ് കരഞ്ഞോണ്ടിരിക്കത്തുള്ളൂ വിഷ്ണുവേട്ടൻ. ഞങ്ങള് അപ്പൊ അവരുടെ വിചാരം ഞങ്ങളായിട്ട് സങ്കടപ്പെടുത്തുന്നതെന്ന്. അപ്പൊ ഞങ്ങൾ വെച്ച് ഞങ്ങളോ ദൈവമേ ഇരുന്ന് ചുമ്മാ എന്താ സങ്കടപ്പെടുന്നു, കഷ്ടം, എന്തിനാ സങ്കടം. അമ്മ എന്തൊരു ചിരിയായിരുന്നു. ഞങ്ങൾ പോയപ്പോ പറഞ്ഞു എന്തിനാ ഇങ്ങനെ ഇട്ട് സങ്കടപ്പെടുന്നു, ഞങ്ങൾക്ക് കൂടെ സങ്കടം വരുന്നെന്ന് കണ്ടിട്ട്. അങ്ങനെ അതാ ഫുൾ ഇമോഷണൽ. ചേച്ചി പറഞ്ഞു കൊടുക്കുക എന്താണ് ഈ കുടുംബജീവിതം എങ്ങനെ നോക്കണം, പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു കൊടുത്താ ഇവര് കേൾക്കൂ? കേൾക്കണം, ഇപ്പോഴത്തെ പിള്ളേര് കേൾക്കത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർ കേൾക്കണം. അപ്പൊ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെയാന്ന് അവര് കെട്ടുന്നേ? അല്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അമ്മ വേറെ, പിള്ളേരുടെ ജീവിതം വേറെ. ഇപ്പൊ അങ്ങനെ നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. തെറ്റ് ശരി കണ്ടാ പറഞ്ഞു തരണം. ഇന്നലെ എന്തു ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, അതൊക്കെ പറ. ഞാൻ അത് കേട്ടായിരുന്നു. നീ ഇങ്ങനെ കണ്ണു കണ്ടോ? എന്ത് ചേച്ചി പറഞ്ഞ എന്തോ പറഞ്ഞു കൊടുക്കും. നമ്മളെ ഫാമിലി ആയിട്ടൊക്കെ എങ്ങനെ പോണം, മുന്നോട്ട് എങ്ങനെ, അതൊക്കെ എനിക്ക് എപ്പോഴും ഓരോ പെണ്ണുങ്ങളെ പ്രേമിക്കണമെന്ന് പറയുമ്പോ ഞാൻ അയ്യോ അതല്ല, 10, 28, 30 വയസ്സായി സതീഷിന്. ഇനിയെങ്കിലും ഒരു പെണ്ണൊക്കെ കെട്ടി ജീവിച്ച് നല്ല രീതിയിൽ ജോലിക്ക് പോകണം. അതൊക്കെ എപ്പോഴും പറഞ്ഞു. ഇവൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവനത് പറയാം. കാര്യം ഇവന് പെങ്ങന്മാരില്ല, അവന് 2 പെങ്ങളുണ്ട്. ആ 2 പെങ്ങളിൽ ഒന്നിനെയൊക്കെ അയച്ചിട്ട് അവർ നോക്കാം. ഞാൻ പറഞ്ഞിട്ടാ 2 വർഷത്തിനകം. അപ്പോഴും നിനക്കൊരു 30 വയസ്സാവും, അപ്പോഴത്തേക്ക് കുടുംബജീവിതമൊക്കെ മതി. അല്ല, അതുകൊണ്ടല്ല. കാര്യം ഒരു പെങ്ങളെയെങ്കിലും അയക്കാതെ ഒരാങ്ങളെ കെട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല. അതൊരു കുടുംബജീവിതത്തിൽ ശരിയല്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.